Hi friends, welcome back to my channel. This is a birthday cake. Adinte koode 5 cake siklum cake pop undairunnu. Appo idoru tender coconut flavored cake aanu. Ivarikku chocolates artificial colors onnu illade pure ആയിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ അതിനെ ആദ്യം നമ്മൾ പഞ്ചസാര സിറപ്പിലേക്ക് കുറച്ച് അതായത് ടെൻഡർ കോക്കനട്ട് നമ്മൾ ഇളനീർ പൾപ്പ് എടുത്തിട്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളതാണ് ട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു സിറപ്പിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവേർഡ് ആയിരിക്കും നമ്മുടെ സ്പഞ്ചും കൂടെ. അപ്പോൾ കംപ്ലീറ്റ് നമുക്കൊരു ഇളനീർ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ക്രീമിലേക്കും നമുക്ക് കുറച്ച് ടെൻഡർ കോക്കനട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള ക്രീമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം. ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്താലും മതി കേട്ടോ, നല്ല ഫ്ലേവർ തന്നെ ആയിരിക്കും. അപ്പോൾ കേക്ക് ബോർഡിൽ ക്രീം വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം, നല്ല രീതിയിൽ വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ജ്യൂസി ആയിട്ട് കഴിക്കുന്ന ഒരു കേക്കാണ്, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. സിറപ്പൊക്കെ കുറച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രീം നല്ല രീതിയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് ടെൻഡർ കോക്കനറ്റിൻ്റെ പൾപ്പാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് ബദാം ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷണലാണ്, പക്ഷെ ചേർത്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ടെൻഡർ കോക്കനറ്റ് പൾപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് സ്പ്രെഡാക്കി കൊടുക്കുന്നത് ആൽമണ്ട്സ് നല്ല രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. അടുത്ത ലെയർ കേക്ക് വെക്കുക. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ എന്താ പറയുക, ഫില്ലിങ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഇതായിരിക്കും ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു നട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബദാം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കുക. വൈറ്റ് ക്രീം തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്, വേറെ ഒരു ആർട്ടിഫിഷ്യൽ കളർ ഇതിവിടെ ആഡ് ആക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് എടുക്കാൻ കഴിയും കണ്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് എന്താ പറയുക ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ഡെക്കറേഷനും ചെയ്യാൻ എന്താ പറയുക കളേഴ്സൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, പ്യുവറായിട്ട് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് കിട്ടും, അത് നമ്മൾ റെഫല്ലോയിലൊക്കെ ചേർക്കാറുണ്ട്, ഇതിലും ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫില്ലിങ്സിൽ ചേർത്തിട്ടില്ല. ഇതിൻ്റെ പുറത്തൊരു ഡെക്കറേഷൻ പോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനറ്റ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്ന് ഫിനിഷ് ചെയ്ത് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ടൊരു എന്താ പറയുക ഒരു ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് നമ്മുടെ തേങ്ങയുടെ പൊടിയാണ്. അതായത് തേങ്ങ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുത്താൽ മതി മിക്സിയിൽ, അപ്പോൾ കിട്ടും. അല്ലെങ്കിൽ ഷോപ്പിൽ വാങ്ങാനും കിട്ടും കേട്ടോ ഇത് റെഡിമെയ്ഡായിട്ട്. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്, പെട്ടെന്ന് തന്നെ കുറേ ടൈമൊന്നും എടുക്കാതെ തന്നെ നമുക്ക് കുറച്ച് വാങ്ങിയാൽ മതി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ പിന്നെ എനിക്കൊരു ഐഡിയ വന്നത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു, കളേഴ്സൊന്നും ആഡ് ആക്കാണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ബേസൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം ഡെലിവർ ചെയ്യുന്ന സമയത്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പർപ്പിൾ കളറാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതൊരു ഗ്ലിറ്ററി എഫക്റ്റ് വരുന്നൊരു ബോൾസ് ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ചു. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്ക് ഗോൾഡൻ ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു സിൽവർ ഷുഗർ ബോൾസ് ഒന്ന് ശരിക്കൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്ത്, അധികം ഇല്ല, കുറച്ചൊന്ന് അവിടെ ഇവിടെ ആയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ എന്താ പറയുക ഈ ഒരു ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടോപ്പറാണ്. അപ്പോൾ അത് ഒന്ന് വെച്ചു. എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോണ്ടിൻ്റെ കട്ട് ചെയ്തിട്ട് അതിൽ നെയിം എഴുതി എന്നിട്ട് സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളെ പേര് ഹൈഫ എന്നാണ്, അത് എഴുതിയിട്ട് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഒന്ന് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ലുക്ക് നമ്മുടെ കേക്കിൻ്റെ. അപ്പോൾ ഇതൊരു 5 സിക്കിളും 5 പോപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനറ്റിൽ കുറച്ച് പർപ്പിൾ കളർ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് ഈ കേക്ക് പോപ്പിൻ്റെ മുകളിലായിട്ട്. പിന്നെ ഷുഗർ ബോൾസ് സിൽവർ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ എൻ്റെ അടുത്ത് ഗോൾഡായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ അതന്നെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ കേക്ക് പോപ്പിൻ്റെയും കേക്ക് സിക്കിളിൻ്റെയും വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.